സാൻഡ്രോ ടൊണാലിയുടെ ഈ ട്രാൻസ്ഫർ ന്യൂസിൽ നിന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എലിയട്ട് ആൻഡർസൺ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യമാണ്, അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെയാണ്. എലിയട്ട് ആൻഡർസൺ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നമ്പർ 1 ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എലിയട്ട് ആൻഡർസന്റെ ഒരു ഇൻട്രസ്റ്റും സിറ്റിയിലോട്ട് പോകാൻ തന്നെയാണ് എന്നാണ്. അപ്പോൾ അത് വേരിയസ് സോഴ്സസിൽ നിന്ന് നമുക്ക് വായിച്ചു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഏകദേശം അത് സിറ്റി ഉറപ്പിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് കഴിഞ്ഞിട്ടുള്ള ബെസ്റ്റ് ടാർഗറ്റ് ആരാണോ സാൻഡ്രോ ടൊണാലി എന്നുള്ള ഒരു നെയിമിലേക്ക് എത്തിപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഹിസ് എമംഗ് ദ ബെസ്റ്റ്. ഇപ്പം എലിയട്ട് ആൻഡർസണിന് കുറച്ച് മേഖലകളിൽ എലിയട്ട് ആൻഡർസൺ ബെസ്റ്റ് ആണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ടൊണാലിയാണ് ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതിൽ നിൽക്കുമ്പോൾ രണ്ടുപേരും അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. അപ്പം ഒരാൾ സിറ്റിയിൽ പോകുമ്പോൾ മറ്റേ ആളിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടൊണാലിനെ സ്വന്തമാക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ 2 മിഡ്ഫീൽഡേഴ്സാണ്. മേ ബി 3 മിഡ്ഫീൽഡേഴ്സിലേക്ക് വരെ പോകാമെന്നുള്ളൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേ ബി വി വിൽ ഗോ ഫോർ ബലേവ. ഇനിയിപ്പോൾ എന്തായാലും ആഡം വാർട്ടനോ എലിയട്ട് ആൻഡർസൺ ഉണ്ടാകത്തില്ല. കാരണം ഇവർ 3 പേരായിരുന്നു ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് എലിയട്ട് ആൻഡർസൺ വാർട്ടൺ മാറി. അപ്പോൾ സാൻഡ്രോ ടൊണാലിയാണ് അവിടെ നമ്പർ 1. ഇനി ഉള്ള സെക്കൻഡ് ടാർഗറ്റ്സിൽ എനിക്ക് തോന്നുന്നു ബലേബ. അതൊരു കുറച്ച് നാളത്തുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് ഒരിടയ്ക്ക് വെച്ചിട്ട് അത് താന്നു പോയെങ്കിലും പിന്നീടും ഉയർന്നു കേൾക്കുന്ന പേര് തന്നെയാണ് ബലേബയുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെന്തായാലും അങ്ങനെ വിട്ടുപോകത്തില്ല. അപ്പോൾ ബലേബ ഡെഫിനറ്റ്ലി വുഡ് ബി എ നെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വുഡ് ബി ലുക്കിംഗ് ഫോർ. സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള ലെവലിൽ ബലേബനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഒരു മിഡ്ഫീൽഡറിനും കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞിരുന്നാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി യാവോ ഗോമസ്. വുൾസിന്റെ റെലഗേഷൻ ഏകദേശം ഉറപ്പാണ്. റെലഗേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അവർ കുറച്ച് പ്ലെയേഴ്സിന് അവർക്ക് വിറ്റേ പറ്റും. കാരണം അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം അത് വിറ്റേ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യാവോ ഗോമസിന് ഡെഫിനറ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു 3rd മിഡ്ഫീൽഡർ ഓപ്ഷനായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്.